ഇത്രയും നമ്മുടെ പ്രായം ചെന്ന മുതിർന്ന ആളുകൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ സ്ഥാനം എന്നുള്ളൊരു പ്രഖ്യാപനമാണ്, ഒരു വിളംബരമാണ്, വലിയൊരു മെസ്സേജാണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ നഗരസഭ ആഗ്രഹിച്ചത്. ഇതിന്റെ കൂടെ 5 മെഡിക്കൽ ടീം, ഡോക്ടർമാരും ഫാർമസിസ്റ്റ്, നഴ്സുകൾ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘം അനുഗമിക്കുന്നുണ്ട്. എല്ലായിടത്തും ഓഡിറ്റോറിയങ്ങളിൽ റെന്റിനെടുത്ത് 6 ഓഡിറ്റോറിയങ്ങൾ റെന്റിനെടുത്താണ് ഭക്ഷണം കൊടുക്കുന്നത്. ചുരം സംരക്ഷണ സമിതി അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക കൂട്ടായ്മകളൊക്കെയും ചുരവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. കോട്ടക്കുന്നിൽ രാവിലെ തന്നെ എല്ലാവരും സംസാരിച്ചിരുന്നു, എത്രയധികം വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു നിമിഷം പോലും നമുക്ക് കോട്ടക്കുന്ന് ഗതാഗത സ്തംഭനമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ തുടക്കം തന്നെ വളരെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു നല്ല കാര്യം. ചേർത്ത് പിടിക്കലിന്റെ സന്ദേശം കൂടെ മാതൃകയായി മുന്നോട്ട് വെക്കുക. ഏറ്റവും അടിസ്ഥാനം ചേർത്ത് പിടിക്കൽ മാത്രമാണ്. സ്ഥലത്തിനകത്ത് ഇമ്മറ്റീരിയലാണ്. സ്ഥലത്തിന് ഞങ്ങൾ പ്രാധാന്യമേ കണ്ടില്ല. പിന്നെ ഇവർക്ക് കയറാനും ഇറങ്ങാനും കഴിയുന്ന സ്ഥലങ്ങൾ എന്ന രീതിയിലാണ് പൂക്കോട് തടാകവും കാരാപ്പുഴ ഡാമും ഈസിലി റീച്ചബിൾ ആയിട്ടുള്ള 2 ലൊക്കേഷൻ എന്ന നിലയ്ക്ക് കണ്ടെത്തിയത്. ഇനിയും ഇതുപോലുള്ള ആശയങ്ങളും മുന്നോട്ടേക്ക് വെക്കും. വയോജനങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ആദ്യം എയർ കണ്ടീഷൻഡ് പകൽ വീട് ഉണ്ടാക്കി, വയോജനങ്ങൾക്ക് മാത്രമായി സംസാരിക്കാൻ ബഡായി ബസാർ ഉണ്ടാക്കി, 5800 6000-ഓളം വരുന്ന വയോജനങ്ങൾക്ക് ഹോർലിക്സ് ബൂസ്റ്റൊക്കെ ഉൾപ്പെടെയുള്ള പോഷക കിറ്റ് കൊടുത്തു. 100 ആളുകൾക്ക് സൗകര്യമുള്ള ഷെൽട്ടർ ഹോം അടുത്താഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോകും. വയോജനങ്ങളാണ് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ. എല്ലാവരും താങ്ക് യു.